എന്നിട്ട് ഈ എപ്പോഴെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നോ, വിജയസാധ്യത ഇല്ല എന്നൊരു ആശങ്ക ഉണ്ടായ സാഹചര്യമുണ്ട്? ഈ യു ഡി എഫ് തരംഗം ഫീൽ ചെയ്തില്ലായിരുന്നു? അപ്പോൾ യു ഡി എഫ് വോട്ട് പിടിക്കുമ്പോൾ യു ഡി എഫ് വോട്ട് പിടിക്കുമ്പോൾ അത് ഒരിക്കലും ചാത്തിന് നടക്കില്ല. എന്നറിയാമോ? 2ാം സ്ഥാനത്ത് വന്നത് BJP ആണല്ലോ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്താ അധികാരത്തിൽ വരാൻ കാരണം? കഴിഞ്ഞ തവണ 35 കൗൺസിലർമാരുണ്ട്. അപ്പോൾ മുഖ്യ പ്രതിപക്ഷം ആരാ? BJP ആണ്. സമാനമായ അവസ്ഥയാണ് ചാത്തന്നൂർ. 2 തിരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനം. സ്ഥാനാർത്ഥിക്കും മാറ്റമില്ല. അപ്പോൾ ഇവിടെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധി അത് BJPയിലൂടെ ആവണമെന്നും കൂടി ചിന്തിക്കേണ്ടായി. പിണറായിക്കെതിരായുള്ള എല്ലാ വോട്ടും BJPക്കാണ് ചാത്തിന് കിട്ടാൻ കാരണം. 2 തവണ 2ാം സ്ഥാനത്ത് വന്നു. UDF അവിടെ ചിത്രത്തിലേ ഇല്ല. വിജയസാധ്യത തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് പറയാം. പിണറായിക്കെതിരെയുള്ള വോട്ട് അങ്ങോട്ട് വന്നു. പിണറായിക്കെതിരെ വോട്ട് കോൺഗ്രസിന് കൊടുത്താൽ വേസ്റ്റ് ആവും. മാത്രമല്ല ഇടതുമുന്നണിയുടെ വോട്ടാണ് ഈ തവണ ചോർന്നത് മൊത്തത്തിൽ എല്ലായിടത്തും. അത് കോൺഗ്രസിന് കിട്ടിയതും BJP കിട്ടിയതൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വോട്ട് വിജയസാധ്യത കിട്ടും. ഒപ്പം നരേന്ദ്രമോദി ഭരണ നേട്ടം. അതെ, ന്യൂനപക്ഷ വോട്ട് കുറച്ചെങ്കിലും കിട്ടിക്കാണുമോ? ഉറപ്പാണ്. എനിക്ക് എല്ലാ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ കൂടുതൽ കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരുമായിട്ട് ഞാൻ ഇടപെടുന്ന ആ രീതി തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് LDF UDF ഇത്തവണയും അത്തരം ഏകീകരണം LDFന് അനുകൂലം. അതുകൊണ്ട് അല്ലെങ്കിൽ LDF ഇതിനെക്കാട്ടും താഴോട്ട് പോയി. BJP ജയിക്കാതിരിക്കാൻ എല്ലായിടത്തും കാണിക്കുന്ന അത് അവിടെ നടന്നിട്ടുണ്ട്. ഇത്തവണ നടന്നു. ഞാനല്ലെങ്കിൽ 21 ജയിച്ചാനേ. കാര്യം 22 ബൂത്ത് കൊണ്ടാണ് അന്ന് പരാജയപ്പെടുന്നത്. മൈനോറിറ്റി, ഈ പറഞ്ഞ ന്യൂനപക്ഷ മേഖലകളിലെ വോട്ട്. അവിടെ പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന UDFൻ്റെ ത്രിതല പഞ്ചായത്ത് പ്രതികളുള്ളിടത്ത് 2016 ശേഷം 20 നമ്മൾ കാണുന്നത് LDFന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ LDFന് ആ കേന്ദ്രീകരണം ഇപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെയും മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ പ്രത്യേകത.